Best advice you've received about acting? ബി റിസെപ്റ്റീവ് എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് ഞാൻ കേട്ടതും ഞാൻ ഇപ്പോഴും അത് ഫോളോ ചെയ്യുന്ന ഒരു കാര്യം അത് തന്നെയാണ്. ഇതൊരു കോ ആക്ടർ പറഞ്ഞാണ് അദ്ദേഹം, സഞ്ജു നീ ഭയങ്കര റിസെപ്റ്റീവാണ്, അത് നീ എത്രത്തോളം നീ അങ്ങനെ കൊണ്ടുപോകുന്നു, എത്രത്തോളം നല്ല രീതിയിൽ അത് കൊണ്ടുപോകുന്നു ആസ് എൻ ആക്ടർ നീ വളരും എന്നെടുത്ത് പറഞ്ഞ ഒരു ആക്ടർ ഉണ്ട്. അപ്പോൾ അത് എനിക്ക് അത് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ടെന്ന് മാത്രമല്ല, ഞാനത് കഴിവതും ഞാൻ ഈ പറയുന്ന ആളുകൾ നമ്മളെ പ്രൈസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മളെ അതിന് കോംപ്ലിമെൻറ്റ്സ് തരുന്ന സമയത്തും ഞാൻ ചോദിക്കുന്ന പ്രശ്നം എവിടെയായിരുന്നു എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. എവിടെയെങ്കിലും ചില സ്ഥലത്ത് തോന്നിയിട്ടുണ്ടോ ആ സ്ഥലത്ത് പ്രശ്നം, കാരണം അത് എനിക്കറിയാം, ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ചോദിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാവുന്നതുകൊണ്ടാണ്. നമ്മളല്ലാതെ പെർഫെക്റ്റ് ആയിട്ടൊരു സാധനം ചെയ്യാൻ നമ്മൾ പല കാര്യങ്ങളും സിനിമയിൽ ചെയ്യുന്നത് ഒരു പകുതി കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടും പകുതിയിലേറെ ചിലപ്പോൾ അറിയാതെ ആയിരിക്കും. അതാണ് ചില ആൾക്കാർ പറയും, അത് നിങ്ങൾ ഗംഭീരമാണ്, ആ ഒരു സാധനം ഇങ്ങനെ നോക്കിയില്ല, നമ്മളറിയാതെ ചെയ്തായിരിക്കും ആ ഒരു സമയത്ത്. കാരണം നമ്മൾ വേറൊരു മൂഡിലും ഇതൊക്കെ നമ്മളറിയാതെ ചില കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അങ്ങനെ വരുന്നതാണ് ചിലപ്പോൾ സിനിമയിലൊക്കെ സംഭവിക്കുന്നത്. പക്ഷേ നമ്മളീ കുറ്റങ്ങളും നമ്മളെ കുറവുകളും കേൾക്കാനും വില്ലിങ് ആണെങ്കിൽ അടിപൊളിയായിട്ടത് ലൈക്ക് നമുക്ക് ഗ്രോ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ലാസ്റ്റ് വൺ, ഇഫ് നോട്ട് ആക്ടിങ്, വാട്ട് വുഡ് യു ബി ഡൂയിങ്? എനിക്ക് ബിസിനസ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സ്പോർട്സ് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് വോണ്ടഡ് ടു ബി എ ക്രിക്കറ്റർ. പക്ഷേ അത് നമ്മളിങ്ങനെ ഇപ്പോഴും ഇതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അല്ലാതെ എനിക്കൊന്ന് ഇവിടെ എൻഡ് അപ്പ് ഡൂയിങ് ബിസിനസ്. കാരണം ഞാൻ പഠിച്ചതും അതാണ്. അപ്പോൾ എനിക്കിഷ്ടമാണത് അത് ചെയ്യാനും. അപ്പോൾ സിനിമ എല്ലായിരുന്നെങ്കിൽ ഞാനത് ചെയ്യാം. പക്ഷേ ഐ വുഡന്റ് ഹാവ് ബീൻ ഹാപ്പി ഡൂയിങ് ഇറ്റ്. കാരണം ഐ ഡോണ്ട് വോണ്ട് മിസ്സസ് എനി ചാൻസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈസി ആയിരുന്നല്ലോ. ഒരിക്കലും ആക്ടിങ് നിർത്തരുത്, അത് മാത്രം നമുക്ക് പറയാനുള്ളൂ. അതും അതിൻ്റെ ഒരു ആക്ടർ പറയാം, നമ്മൾ ഇതൊരു ലോങ് ജേണിയാണ്. അപ്പോൾ ഈ പ്രോസസ്സിൽ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം. അത് നമ്മൾ എന്ന് നിർത്തുന്നു, ചിലപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസമായിരിക്കും നമ്മൾ ചിലപ്പോൾ ദ ഗുഡ് തിങ് ദാറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ. അത് നമ്മൾ വിട്ട് പോകുമ്പോൾ പല ആൾക്കാരും പിന്നെ പലരും ഗിവ് അപ്പ് ചെയ്തിട്ടുണ്ട്. ആ മൊമെൻ്റ് ആണ് ഏറ്റവും ക്രൂഷ്യൽ. ആ ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്, ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സംഭവം, ഒരു ചോയ്സ്, ദാറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ്. അപ്പോൾ ഞാൻ ഇഫ് നോട്ട് സിനിമ എന്ന് പറയുന്നൊരു സംഭവത്തെപ്പറ്റി ഞാൻ ആലോചിക്കുന്നില്ല. ഞാനത് ഇറ്റ്സ് ഓൺലി സിനിമ തന്നെയാണ് ഞാൻ ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട്, സിനിമ അല്ലാതെ വേറെ ഒന്നും എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല, ഐ ഡോണ്ട് വോണ്ട് ടു ലീവ് ദിസ്. അപ്പോൾ അതുമായിട്ട് മുമ്പോട്ട് പോകുന്നത് ഇതൊരു ലോങ് റണ്ണാണ്, ഇറ്റ്സ് എ മാരത്തോൺ. അപ്പം കീപ് ഗോയിങ്. അത് നമ്മളുടെ ഇത് ഓണസ്റ്റ് ആൻഡ് ഇഫ് യു ആർ റിയൽ ടു ഇറ്റ്, ഭയങ്കര സിൻസിയർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ദാറ്റ് റിസൾട്ട്. അപ്പോൾ അത് വെച്ച് മുമ്പോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ്. അപ്പം അതാണ് ഇതിൻ്റെ ഒരു അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഡു നോട്ട് ഗിവ് അപ്പ് ഓൺ സിനിമ. വി വാണ്ട് ടു സീ എ ലോട്ട് മോർ മൂവീസ് ഫ്രം യു. Thank you so much. I'll do Hope you enjoyed the show. Yeah, very much. And also the Kadak chai. Anyways, thank you so much for coming to the show. Thank you. ഒരുപാട് മൂവീസ് വരട്ടെ. Waiting to see a lot of good projects this year from you. Thank you so much. All the best. Yeah, thank you.